അപ്പൊ എനിക്ക് ഈ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കൊടുത്തിരിക്കുന്ന ഇന്റീരിയർ വർക്ക് ആയാലും ശരിയാണ്, ടൈലിന്റെ കളർ പാറ്റേണും അതുപോലെ തന്നെ എല്ലാം ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ സമീപമാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും 850 മീറ്ററിന് അകത്ത് 5.25 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം, ധാരാളമായി നല്ല സ്പേസ് ആയിട്ടുള്ള മുറ്റം. 2 കാർ പാർക്ക് ചെയ്താൽ പോലും നമുക്ക് ആവശ്യത്തിലേറെ മുറ്റം കിട്ടുന്ന രീതിയിലാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടില്ല, നല്ലൊരു സിറ്റ് ഔട്ടാണ്, ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കാണുന്ന ഡോർ എല്ലാം തേക്കും തടിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇത് ഈസ്റ്റ് ഫേസ് ചെയ്താണ് ഡോർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാസ്തുപ്രകാരം കൺസ്ട്രക്ഷൻ ചെയ്ത വീട് കൂടിയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വിശാലമായൊരു ഹോളുണ്ട്. നല്ല സ്പേസ് ആയിട്ടുള്ള ഹോളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടി വി വയ്ക്കാനുള്ള ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഗ്രാസ്, നാച്ചുറൽ ഗ്രാസ് ആണ് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി അല്ലേ. നോക്കിയേ, മുകളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശമൊക്കെ വരുന്ന രീതിയിലേക്കാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ആയിട്ട് സെറ്റ് ചെയ്താലും നമുക്ക് അതുപോലെ തന്നെ വാഷിംഗ് റൂം ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഷിങ്ങിൻ്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൊടുത്തേക്കുന്ന ഫിറ്റിങ്സുകളെല്ലാം ജാഗൂറാണ് കേട്ടോ. എല്ലാം കമ്പനി ഫിറ്റിങ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം ഗ്യാരണ്ടി ഉണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂം. ധാരാളം സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം നല്ല സ്പേസ് ആയിട്ടുള്ള എല്ലാ ഫിറ്റിങ്സിലും ജാഗൂറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കൊടുത്തിരിക്കുന്ന ഇന്റീരിയർ വർക്ക് ആയാലും ശരിയാണ്, ടൈലിന്റെ കളർ പാറ്റേണും അതുപോലെ തന്നെ എല്ലാം ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ധാരാളം ഒരു കളർ പാറ്റേൺ, ഒരുപാട് കളർ പെയിന്റുകളും ഒരുപാട് ലൈറ്റ്സുകളും കൊണ്ട് നമുക്ക് ഒരു ഈ ലക്ഷറി അല്ലെങ്കിൽ ഒരു ആഡംബരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ വർക്കുകളുണ്ട്. അത് ശരിക്കും ചില വീടുകളിൽ നമ്മൾ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമുക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതൊക്കെ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുമെന്നുള്ള നമുക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാം ഒരു ബ്രാൻഡ് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഇന്റീരിയർ ആയാലും ശരി തന്നെ, ടൈൽ പാറ്റേൺ ആയാലും ശരി തന്നെയാണ്. നമ്മുടെ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള സ്പേസ് ആയാലും ഇതിനകത്തൊരു ആംബിയൻസ്, നല്ല പോസിറ്റീവ് എനർജി തരുന്ന ടൈപ്പിലേക്കാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയും നമുക്ക് ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം. അതുപോലെ തന്നെ ഫിറ്റിങ്സുകളെല്ലാം നല്ല കമ്പനി ബ്രാൻഡ് സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ കിച്ചണിലേക്ക് പോയാൽ തന്നെ നമുക്കറിയാം, ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് അവർ അതിനെ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലായാലും തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളും അതുപോലെ നല്ല രീതിയിൽ ഇന്നത്തെ മോഡേൺ രീതിയിൽ തന്നെയാണ് ഫുള്ളും കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ വർക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. സ്റ്റൗ ആയാലും തന്നെയാണ് ഇതെല്ലാം എല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങളോട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം വീടായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലും ധാരാളം സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അപ്പൊ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോഴും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് കേട്ടോ. താഴെ 2 ബെഡ്റൂം, മുകളിൽ തന്നെ. ഇത് നമുക്ക് ഈ കയറി പോകുന്ന സ്റ്റെയർ ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം തേക്കുന്നടിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള
ഹോളിലൊക്കെ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരം. മുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ നല്ലൊരു ഹോളിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ട നല്ല സ്പേസ് ആയിട്ടുള്ള നല്ലൊരു ഹോളാണ്. അതുപോലെ തന്നെ അതിൽ ഇന്റീരിയർ വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കൊക്കെ സൂര്യപ്രകാശമൊക്കെ താഴത്തെ ഫ്ലോറിൽ വരെ എത്താൻ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഹോളിൽ നിന്ന് അതിൻ്റെ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. നല്ല വലിപ്പമുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂം. അവിടെയും ഇന്റീരിയർ വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാത്റൂം. ഈ വീടിന്റെ ഒരു വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാത്റൂം സൈസുകളെല്ലാം നല്ല വലിപ്പമാണ് കേട്ടോ. ബെഡ്റൂമിൽ അതുപോലെ തന്നെ ബാത്റൂം ഡ്രസ്സിംഗ് റൂം ഒക്കെ ആക്കാനുള്ള സ്പേസ് ആയിട്ട് എഴുതി തന്നെയാണ്. എല്ലാം ജാഗൂറിന്റെ സാധനം തന്നെയാണ് എല്ലാ ഇടത്തും ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂം. അതുപോലെ അവിടെയും സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്റീരിയർ വർക്ക് ആയാലും അത്യാവശ്യം ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം സൈസ് വെച്ചാൽ നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല രീതിയിൽ ബാത്റൂമും അതുപോലെ തന്നെ അതിനകത്ത് അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാനോ ഒക്കെ സ്പെൻഡ് ചെയ്യാനോ വായിക്കാനോ ഒക്കെ ഇരിക്കാനോ നല്ല രീതിയിലുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ. ഇത് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ രണ്ട് കാർ പാർക്കിംഗ് സ്പേസ്. ഇപ്പോൾ ആ ഒരു കറക്റ്റ് ആംഗിളിലല്ല വണ്ടികൾ കിടക്കുന്നത്. എന്നാലും നമുക്ക് വേണമെങ്കിൽ 3 കാർ പാർക്കിംഗ് ചെയ്താൽ പോലും നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അകത്തേക്ക് കയറാനുള്ള. രണ്ട് സൈഡിലും ധാരാളമായ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് അവർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ ഇത്രയും സ്പേസ് ഉണ്ട്. മുകളിലേക്ക് സ്റ്റെയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് ചെയ്യാം. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇടാനുള്ള നല്ല രീതിയിലുള്ള സ്പേസ് കൊടുക്കുന്നത്. ധാരാളം നമുക്കറിയാം ചുറ്റുവട്ടം കണ്ടത് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം ടൈപ്പ് വീട് എന്ന് പറഞ്ഞതുപോലെ പ്രീമിയം ടൈപ്പ് ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ ആണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും ഒരു 850 മീറ്ററും അതുപോലെ ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത്. അപ്പോൾ 5.25 സെന്റിൽ 4 ബെഡ്റൂമുകൾ കൂടിയ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി വില്ല അല്ലെങ്കിൽ വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,15,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകുട്ടി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.